ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീൻസും വൻപയർ തോരനും കൊണ്ടുള്ള ഉപ്പേരിയാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ വീഡിയോ വരും. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. ആദ്യം ബീൻസ് ചെറുതാക്കി കട്ട് ചെയ്യണം. ഇതേപോലെ ചെറുതാക്കി കട്ട് ചെയ്യണം. വലുതാക്കിയാലും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഞാനിങ്ങനെയാണ് കേട്ടോ കട്ട് ചെയ്യൽ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്തോളൂ. പിന്നെ വൻപയർ തോരൻ കുക്കറിലിട്ട് അതിലേക്ക് ഉപ്പും ഇട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് 2 വിസിൽ ഹൈ ഫ്ലെയിമിലും 1 വിസിൽ ലോ ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ വൻപയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തൊടുമ്പോൾ ജസ്റ്റ് ഒന്ന് ഉടഞ്ഞ് വരണം. അപ്പോൾ ആണ് അതിൻ്റെ പാകം. ഇനിയൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിട്ട് കൊടുത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കണം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബീൻസ് ഇട്ട് കൊടുത്ത് ഉപ്പും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു പച്ചമുളക് ജസ്റ്റ് 2ആയി കീറിയെടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ബീൻസ് ഒന്ന് വെന്ത് വരണം. ബീൻസ് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് വേവിക്കാം കേട്ടോ. മൂടി വെച്ച് വേവിച്ച് ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്നു നോക്കി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അടിയിൽ പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മുടെ ബീൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് വെന്ത് വന്ന ബീൻസിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച വൻപയർ തോരനും ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. രണ്ടും വെന്ത് വന്നുകൊണ്ട് അധിക നേരം വേവിക്കേണ്ട ആവശ്യമില്ല. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അടുപ്പത്തു നിന്ന് മാറ്റാം കേട്ടോ. അങ്ങനെ നമ്മുടെ ബീൻസ് വൻപയർ തോരനല്ല ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു സൂൺ നെക്സ്റ്റ് വീഡിയോ.